നമ്മളെ കുട്ടികൾ അന്തം വിടും. ഒന്നും ഏറ്റെടുക്കാൻ കഴിയില്ല. നമ്മൾ ഇന്ന് ഏറ്റെടുക്കുന്നതിൻ്റെ പകുതി കാര്യം ഏറ്റെടുക്കാൻ കഴിയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഗൾഫ് കൊണ്ടുവന്നത്. ഈ ഭൂലോകത്തൊരു കാര്യത്തെ ചവിട്ടണമെങ്കിൽ ഗൾഫിൽ ജീവിതത്തെ ചവിട്ടും. അത്ര മനുഷ്യനെ നശിപ്പിച്ച ഒരു സാധനം. കാരണം 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞ് വരുന്ന വാപ്പ കുട്ടികളെയും പെണ്ണുങ്ങളെയും സുഖിപ്പിക്കാൻ ചെയ്തത്. അല്ലാതെ പറ്റൂല. ആണെങ്കിൽ അപ്പോൾ അവർക്ക് തോന്നും ചെയ്യുന്നത് 2 കൊല്ലം കൂടുമ്പോഴാണ് വരിക, അപ്പോൾ മനുഷ്യനെ സുഖിരല്ല. അങ്ങനെ അത് രീതിയാണ്. അപ്പൊ ഈ ഗൾഫ് അത് കണ്ടിട്ടാണ് മറ്റേ കുട്ടികൾ പഠിക്കുന്നത്. ഒരു പുതു സ്വഭാവമായി മാറി. കുട്ടികൾ ആക്ഷേപമില്ല. ഇന്ന് നമ്മൾ ഗൾഫുകാർ പൊളിച്ചെന്നാക്കാൻ വേണ്ടി 25-35 കൊല്ലം കഴിഞ്ഞിട്ട് പൊളിക്കാൻ ഉദ്ദേശിക്കുന്ന പള്ളി ഉണ്ടല്ലോ, ആ പള്ളിയുടെ 10% പോലും ഭംഗിയില്ലാത്തതായിരുന്നു പണ്ടത്തെ പള്ളിയാണ്. എന്നിട്ട് ആർക്കും രക്ഷ ഉണ്ടായില്ല. ഇന്ന് നമ്മൾ നന്നാക്കാൻ വേണ്ടി പൊളിക്കണ പള്ളി, ആ പൊളിക്കുന്ന പള്ളിയിലെ 10% പോലും ഭംഗി ഉണ്ടായിരുന്നില്ല പഴയകാലത്തെ പള്ളിക്ക്. എന്നിട്ട് അവർക്ക് നിസ്കരിക്കാൻ ഒരു പ്രയാസമില്ല. ഇപ്പൊ എന്താ പറയാ, ചൊറുക്കില്ലാത്ത പള്ളിക്ക് മനുഷ്യന്മാർ കാര്യമില്ല. ഇന്ന് മനുഷ്യന് ഹൃദയം നഷ്ടപ്പെട്ടു. ഇന്ന് മനുഷ്യന് ഹൃദയമില്ല. അതാണ് ഇന്നത്തെ പ്രശ്നം. ഇനി ഹൃദയം ഉണ്ടാവില്ല. ഹൃദയമുള്ള ഒരു കാലത്ത് പിന്നെ അമ്മായിമ്മ മരുമോൾ ആക്ഷേപിക്കുന്നതിലൊന്നും തെറ്റില്ല. അമ്മായിമ്മക്ക് ഹൃദയം ഉണ്ടായാൽ മതി. ഇന്ന് ആക്ഷേപിക്കൂലെങ്കിലും അവർക്ക് എന്തില്ല, ഹൃദയമില്ല. അല്ല കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഅല തസായിലു. ഇതാണ് കവി പറഞ്ഞത്. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഅല തസായിലു. ഇതാണ് കവി പറഞ്ഞത്. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു. അല്ലാഹു അല്ലാത്തതെല്ലാം എല്ലാം അയാഥാർത്ഥ്യങ്ങളാണ്. യാഥാർത്ഥ്യം നാളെ പോയ അവിടെ ഉണ്ടാവും. എന്നുള്ളവൻ അല്ലാഹുവാണ്. എന്നുള്ളവൻ ആളുണ്ടാവില്ല. ഇന്നുള്ളവൻ ആളുണ്ടാവില്ല. ഇന്നൊരു മലൊരു സ്ഥലത്തുണ്ടെങ്കിൽ നാളെ ആ മല അവിടെ ഉണ്ടാവില്ല. JCB മാന്തി കൊണ്ടിട്ടുണ്ടോ? പഴയ കാലത്ത് പറയാം മല എന്താ മലയേറ്റാണോ അത് അവിടെ തന്നെ നിൽക്കാനെന്ന മലനെ വിശ്വസിക്കാൻ പറ്റും. എല്ലാം അയാഥാർത്ഥ്യങ്ങളാണ്. അടുത്ത വരി, അരവരിയിലെ അടുത്ത വരി, വകുല്ലു നഈമിൻ ലാ മഹാല തസായിലു. വകുല്ലു നഈമിൻ, എല്ലാ അനുഗ്രഹങ്ങളും, ലാ മഹാല, നിസ്സംശയം, സായിലുൻ, പോകാനുള്ളവയാണ്. ഒരു നിഅമത്ത് നിലക്കും. അപ്പൊ ഈ അങ്ങനെ ഒരു നടത്തൽ, പ്രത്യേക നടത്തൽ നടക്കരുത്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ചില ആളുകൾ നടത്തത്തിനൊക്കെ തുള്ളലുണ്ടാവും. ഒക്കെ അഹങ്കാരത്തിന്റെ ഭാഗങ്ങൾ. പിന്നെ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അഹങ്കാരികളായ ദുരഭിമാനികളെ അല്ലാഹുവിന് ഇഷ്ടമില്ല. മുഖ്താലും ഫഖൂർ, അഹങ്കാരി, ദുരഭിമാനി. ദുരഭിമാനം പറയുന്നവൻ, പൗർ നടിക്കുന്നവൻ. ഫഖൂർ, പൗർ നടിക്കുന്നവൻ, അവനെ അല്ലാഹുവിന് ഇഷ്ടമില്ല. വഖസിദ് ഫി മശീഖ്, നീ നടത്തത്തിൽ ഒരു മധ്യ നിലവാരം കൊണ്ടുവരണം. വഗ്ളുദ് മിൻ സൗതിക്, നിന്റെ ശബ്ദത്തിൽ നീ താഴ്മ കാണിക്കുകയും വേണം. ഇന്ന അൻകറൽ അസ്വാത്തിൽ സൗത്തുൽ ഹമീർ, ഏറ്റവും അരോചകമായ ശബ്ദം കഴുതയുടേതാണ്. ഒച്ചട്ടിട്ടൊരു ആൾ നേതാവാണെങ്കിൽ നേതാവാകേണ്ടത് കഴുത. കാരണം ഒറ്റ നീളാലെയാണ് കഴുത. ഒരു സംഗീതാത്മകത ഇല്ല, തീരെ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പൊ ഇതിവിടെ പറയാനുള്ള കാരണം എന്താ? മിനൽ ഹളറത്തിൽ അലിയാ അതാഹു അലാഉ വസല്ലത്തു ബിക, അങ്ങയിൽ സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്. അൽ അർസാലു, മുർസലീങ്ങളെല്ലാം. വൽ കുല്ലു, അവരെല്ലാം ഖാദിമുൻ, അങ്ങയുടെ സർവന്റുകൾ, സേവകർ മാത്രമാണ്. മിനൽ ഹളറത്തിൽ അലിയാ, ഉന്നതമായ സന്നിധാനത്തിൽ നിന്ന്, അതാഹു, അവിടത്തേക്ക് വന്നിട്ടുണ്ടല്ലോ, അലാഉ, മേൽമത്തരം. ഇതൊരു മേലുള്ള ആളാണ് എന്നാര് പറഞ്ഞിട്ടുണ്ട്? അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. പിന്നെ അൻത മുഹൈ ഖദീമുക ഇബ്രാഹീം യത്മഉ ഫീക യാ കരീമൻ ബിഹി ലില്ലം ബിയാ ഇഅതാഉ. ഖദീമുക, അങ്ങയുടെ സേവകനായ ഇബ്രാഹീം പോലും യത്മഉ ഫീക, അങ്ങയിൽ ആഗ്രഹിച്ച് നടക്കുകയാണ്. നിങ്ങളെന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് നടക്കുകയാണ്. ആര്? ഇബ്രാഹിം നബി. ഇതുപോലത്തെ വാക്ക് ബുർദയിലുണ്ടല്ലോ. ഇതുപോലത്തെ വാക്ക്.
അതുപോലത്തെ ഒരു വാക്ക് വെറുതെ فالنبيين في خلق وفي خلق ولم يدانوه في علم ولا كرم فالنبيين في خلق وفي خلق ولم يدانوه في علم ولا كرم وكلهم من رسول الله ملتمس غرفا من البحر أو رشفا من اليمين فاق النبيين أو നബിമാർ എല്ലാ നബിമാർക്കും മീതയാണ് വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസുൻ എല്ലാ നബിമാരും യാചിച്ച് നിൽക്കുകയാണ്, ആവശ്യപ്പെട്ട് നിൽക്കുകയാണ്, പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഉർഫം മിനൽ ബഹർ അങ്ങാകുന്ന സമുദ്രത്തിൽ നിന്ന് ഒരു കൈക്കുമ്പിൾ കിട്ടിയെങ്കിൽ. മനസ്സിലായില്ലേ? സത്യം അത്രയും വലിയ ആളാ പുണ്യ റസൂൽ. ഇബ്രാഹിം നബി വലിയ ആളല്ലേ? ഒക്കെ ആണ്. പക്ഷെ റസൂലുള്ളാഹിയിലൂടെ കിട്ടണം. റസൂലുള്ളാഹിയിലൂടെ കിട്ടാത്തത് ഒന്നും കിട്ടൂല. صلت بك الأرسال والكل خادم من الحضرة العليا أتاه علاء صلت بك അങ്ങയിൽ സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്. അൽ അർസാലു മുർസലീങ്ങളല്ല, വൽ കുല്ലു എല്ലാ മുർസലീങ്ങളും ഖാദിമുൻ സേവകരാണ്. മിനൽ ഹളറത്തിൽ അലിയ ഉന്നതമായ എന്ന് അങ്ങേക്ക് ഖാദിമീങ്ങളാണ്. അടുത്തത് മിനൽ ഹളറത്തിൽ അലിയ ഉന്നതമായ സന്നിധാനത്തിൽ നിന്ന് അതാഹു അവിടത്തേക്ക് എത്തിയിട്ടുണ്ടല്ലോ അലാ മേൽമത്തരം ഖദീമുക അങ്ങയുടെ സേവകനായ ഇബ്രാഹിം യത്മഉ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് ഫീക അങ്ങയിൽ യാ കരീമൻ ഏ ഒമാൻ ഔദാര്യവാനായ നബിയെ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിഹി ആ നബിയിലൂടെയാണ് ലിൽ അംബിയായി എല്ലാ അംബിയാക്കളിലേക്കും അതാഉ അള്ളാഹുവിന്റെ കൊടുതികൾ വന്നിട്ടുള്ളത്. അള്ളാഹു തആല ആരിലൂടെയാ കൊടുത്തത്? നബിയിലൂടെയാ കൊടുത്തത്. വാപ്പയിലൂടെ മക്കൾക്ക് കിട്ടുന്നത് പോലെ ഇപ്പൊ മക്കൾക്ക് കിട്ടൽ അള്ളാഹിന്റെ ഖദർ തന്നെയാണ്. പക്ഷെ അത് ആരിലൂടെ കിട്ടുക? വാപ്പയിലൂടെ കിട്ടും. ഉസ്താദിന്റെ പെങ്ങൾക്ക് ഈ ഒരു ഇൽമ കിട്ടുക എന്നുള്ളത് നിങ്ങളെ ഉസ്താദിലൂടെ കിട്ടുക. പക്ഷേ മനസ്സിലായില്ലേ? അത് ഈ ഇൽമ അള്ളാഹുവിന്റെ തന്നെയാണ്. പക്ഷെ അത് ആരിലൂടെ കിട്ടുക? ഉസ്താദിലൂടെ. മക്കൾക്ക് കിട്ടേണ്ട റിസ്ക് അള്ളാഹിന്റെ തന്നെയാണ്. പക്ഷെ ആരിലൂടെ കിട്ടും? വാപ്പയിലൂടെ. എന്നതുപോലെ അമ്പിയാക്കൾക്കുള്ളതൊക്കെ അമ്പിയാക്കൾക്ക് കൊടുക്കാനുള്ള തീരുമാനിച്ചാണ്. പക്ഷെ അത് ആരിലൂടെ കിട്ടൂ? നബിയിലൂടെ കിട്ടും. നബി അത്രയും വലിയ ആളാണ്. നബിയുടെ വാതിൽ തുറന്ന് വാങ്ങിയാലല്ലാതെ ഒരു നബിക്കും ഒന്നും കിട്ടില്ല. ഖദീമുക ഇബ്രാഹിം യത്മഉ ഫീക യാ കരീമൻ ബിഹി ലില്ലം ബിയാഇ അതാഉ ഖദീമുക അങ്ങയുടെ സെർവന്റായ ഇബ്രാഹിം നബി യത്മഉ തമഅ എന്ന് പറഞ്ഞാൽ ആർത്തി കാണിച്ച് നിൽക്കുകയാണ് ഫീക അങ്ങയിൽ യാ കരീമൻ ഏ ഔദാര്യവാനായ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിഹി ആ നബിയിലൂടെയാണ് ലിൽ അംബിയായി അംബിയാക്കൾക്കെല്ലാം അതാഉ കൊടുതികൾ വന്നിട്ടുള്ളത്. ദുനിയാവിലാണെങ്കിലും കൊടുതി, അള്ളാന്റെ കൊടുതി അള്ളാഹ് ഇങ്ങനെ കൊടുക്കുക. അതാ ഖുർആനിലുണ്ടല്ലോ അങ്ങനത്തെ അതാ എന്ന വാക്ക്, കൊടുതി. ഇന്ന ലിൽ മുത്തഖീന മഫാസാ ഹദായിഖ വഅനാബാ വകവാഇബ അത്റാബാ വകഅസൻ ദിഹാഖാ لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا عطاء حسابا കണക്കറ്റ കൊടുതികൾ, കണക്കറ്റ കൊടുതി. അള്ളാഹിന്റെ അടുക്കൽ അതിന് കണക്കുണ്ടെങ്കിലും സൃഷ്ടികൾക്ക് കണക്ക് വെക്കാൻ കഴിയൂല. ആജാതി കൊടുതിയാണ് പരലോകത്ത് കൊടുക്കുക. അതാണ് അതാ. അപ്പൊ അള്ളാഹു തആല അമ്പിയാക്കൾക്കൊക്കെ കൊടുത്തത് ബിഹി ആരിലൂടെയാണ്? നബിയിലൂടെ. നബി അംഗീകരിക്കാത്ത ഒരാളെയും അത് നബിയാക്കിയിട്ടില്ല. നബിയെ മുഹമ്മദ് മുസ്തഫയെ അംഗീകരിക്കാത്ത ഒരാൾക്ക് നുബുവത്ത് കൊടുത്തിട്ടില്ല. മുഹമ്മദ് മുസ്തഫയെ അംഗീകരിക്കാത്ത ഒരാൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകിയിട്ടില്ല. യാ കരീമൻ ബിഹി ലിൽ അംബിയാഇ അതാഉ അന്റെ കൂടെ ചൊല്ലി വാക്കുകൾ അതൊക്കെ. ഖദീമുക ഇബ്രാഹിം യത്മഉ ഫീക യാ കരീമൻ ബിഹി ലിൽ അംബിയാഇ അതാഉ വസല്ലത് ബികൽ അർസാലു വൽ കുല്ലു ഖാദിമു മിനൽ ഹളറത്തിൽ അലിയ
أطاه علاء خديمك إبراهيم يطمع فيك يا كريما به للأنبياء عطاء ഖദീമുക അങ്ങയുടെ സേവകനായ ഇബ്രാഹിം നബി യത്മഉ അങ്ങയിൽ വല്ലാതെ ആർത്തിയോടെ ആഗ്രഹിച്ചു നിൽക്കുകയാണ്. യാ ഫീക അങ്ങയിൽ, യാ കരീമൻ, ഔദാര്യവാനായ നബിയെ മുഹമ്മദ് നബിയെ, ബിഹി അവിടത്തിലൂടെയാണ്, ആ നബിയിലൂടെയാണ് ലിൽ അംബിയാഇ അംബിയാക്കൾക്കെല്ലാം അതാഉ കൊടുതികൾ വന്നിട്ടുള്ളത്. അള്ളാഹു എല്ലാ നബിമാർക്കും മുഹമ്മദ് മുസ്തഫയിലൂടെയാണ് ഏത് അനുഗ്രഹവും കൊടുത്തിട്ടുള്ളത് എന്ന് സാരം. പിന്നെ وأنت محيط بالشؤون فلا أرى أنس على الحاجات منك غناء وأنت അങ്ങ് മുഹീത്തും ബിശുഊനി എൻ്റെ എല്ലാ കാര്യങ്ങളെയും വലയം ചെയ്ത് അറിയുന്ന ആളാണ്. നീ അവിടെ ആദ്യത്തെ വരിക്ക് രണ്ടാമത്തെ അർത്ഥവും അതെങ്ങനെ അർത്ഥം വെക്കാം? ഖദീമുക ഇബ്രാഹിം യത്മഉ ഫീക യാ കരീമൻ ബിഹി ലിൽഅംബിയാഇ അതാഉ ഖദീമുക അങ്ങയുടെ സേവകനായ ഇബ്രാഹിം. ഇബ്രാഹിം ആയ കവി തന്നെ, കവിയുടെ പേരെന്താ? ഇബ്രാഹിം നിയാസ്. അപ്പൊ അങ്ങനെ അർത്ഥം വെക്കാം. മനസ്സിലായില്ലേ? ഖദീമുക അങ്ങയുടെ സെർവന്റായ ഇബ്രാഹിമു, ഈ ഇബ്രാഹിം യത്മഉ ഫീക അങ്ങയിൽ ആർത്തി കാണിച്ചു നിൽക്കുകയാണ്. യാ കരീമൻ, ഔദാര്യവാനെ, ബിഹി അവിടത്തിലൂടെയാണല്ലോ ലിൽ അംബിയാഇ അതാഉ അംബിയാക്കൾക്ക് വരെ അവിടത്തിലൂടെയാ കൊടുത്തത്. പിന്നെ ഈ ഇബ്രാഹിമിനും അങ്ങയിൽ നിന്നല്ലേ, അങ്ങേ വഴിയല്ലേ ആഗ്രഹിക്കാനുള്ളൂ. അന്ത അങ്ങ് മുഹീത്തും ബിശുഊനി ഇബ്രാഹിമിൻ്റെ എല്ലാ കാര്യവും ചെയ്ത് അറിയുന്ന ആളാണ്. ഫലാ ഉറ അതുകൊണ്ട് എനിക്ക് കാണിക്കപ്പെടുന്നില്ല അനസു വ്യക്തമാക്കി പറയണമെന്ന് അല്ലൽ ഹജാത്തി എൻ്റെ ആവശ്യങ്ങളുടെ മേൽ. അതായത് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ ഇപ്പം നിങ്ങളോട് തുറന്നു തരേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഫലാ ഉറ എനിക്ക് കാണിക്കപ്പെടുന്നില്ല, അതായത് എനിക്ക് അഭിപ്രായമില്ല. അനസു ഞാൻ വ്യക്തമാക്കി പറയണമെന്ന് അല്ലൽ ഹജാത്തി എൻ്റെ ആവശ്യങ്ങളുടെ മേൽ. എനിക്ക് എന്തൊക്കെയാണ് ആവശ്യം ഞാൻ തുറന്നു വരേണ്ട ആവശ്യമൊന്നും ഇല്ല. എന്തുകൊണ്ട്? എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ചുറ്റി അറിയുന്ന ആളാണ് അങ്ങ്. എൻ്റെ കാര്യങ്ങളൊക്കെ, ഈ ഇബ്രാഹിമിന്റെ പ്രശ്നം എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ പിന്നെ ഞാൻ വ്യക്തമാക്കി പറയേണ്ട ആവശ്യം ഇല്ല. മിങ്ക അങ്ങയിലുണ്ടല്ലോ സമ്പൂർണത, സമ്പന്നത, സമ്പൂർണത. ഒരാൾ പറഞ്ഞാതെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു സമ്പൂർണത, ഇനി ഒരാൾ പറഞ്ഞത് കൊടുക്കാനുള്ള സമ്പൂർണത, അങ്ങനെയും പറയാം. അതിൻ്റെ അള്ളാഹിന് സമ്മതം വേണ്ട. അള്ളാഹിന്റെ സമ്മതം എപ്പോഴാണ് ഇവയ്ക്കില്ലാത്തത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ സമ്മതം എപ്പോഴും ആർക്കുണ്ട്? മുസ്തഫാന്. അങ്ങക്ക് സമ്പൂർണത. ഗീന എന്നുള്ള വാക്ക് ഗീനാന്റെ കർത്തൃനാമമാണ് ഗനി, മുതലാളി. ഗീന എന്ന വാക്കിൽ നിന്നാണ് ഗനി എന്ന വാക്കുണ്ടായത്. എന്താ ഗീന? സമൃദ്ധി, സമ്പൂർണമായ സമൃദ്ധിക്കാണ് ഗീന എന്ന് പറയാം. മിങ്ക ഗീനാഉ അങ്ങയിലൂടെ ഉണ്ടല്ലോ, അങ്ങയുടെ പക്ഷത്തുണ്ടല്ലോ ഗീനാഉ ഗീന. അതായത് എനിക്ക് ഞാൻ ചോദിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയും. മനസ്സിലായി? നിങ്ങൾക്ക് കഴിയും. ഒന്ന്. രണ്ട്, എൻ്റെ കാര്യം ഞാൻ മുഴുവനും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എൻ്റെ കാര്യമൊക്കെ വ്യക്തമായി അങ്ങേക്ക് അറിയും. أنت محيط بشؤوني فلا أرى أنص على الحاجات منك غناء أنت محيط بشؤوني ഇബ്രാഹിമിന്റെ കാര്യങ്ങളെല്ലാം ചുറ്റി അറിയുന്നവനാണ്. ഫലാ ഉറ അതുകൊണ്ട് എനിക്ക് കാണിക്കപ്പെടുന്നില്ല, എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ അർത്ഥം വെക്കാം. ഫലാ ഉറ എനിക്ക് കാണിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യത്തിൽ എനിക്ക് അഭിപ്രായമില്ല. അനസ്സു ഞാൻ വ്യക്തമായി പറയണമെന്ന് അല്ലൽ ഹജാത്തി എൻ്റെ ആവശ്യങ്ങളുടെ മേൽ. മിൻക ഗിനാഉ മിൻക അങ്ങയിലൂടെയാണ് ഗിനാഉ അങ്ങയുടെ പക്ഷത്തുണ്ടല്ലോ ഗിന. മുതലാളിന്റെ മുന്നിൽ വന്ന് നിന്നാൽ തന്നെ മതി. അപ്പോൾ വൈകുന്നേരം ഓരോരുത്തരും മുഖത്തേക്ക് നോക്കിയാൽ മുതലാളിക്കറിയും ഓൻ ഇന്ന് പൈസ വേണമെങ്കിലും ഓന് ശനിയാഴ്ച വരെ നിൽക്കാൻ കഴിയൂല. എല്ലാവരും പൈസയും മുതലാളി തീർക്കൽ ശനിയാഴ്ചയാണ്. അതൊക്കെ പഴയ കാലം മുതലേ അങ്ങനെയാണ്. അപ്പോൾ തൊഴിലാളികൾ വന്നിങ്ങനെ നിൽക്കുന്നുണ്ടാൽ തന്നെ മുതലാളിക്കറിയാം ഓനൊരു 500 റുപ്യേൻ്റെ ആവശ്യമുണ്ട്.
അവന് 1000 റുപ്യ ആവശ്യമുണ്ട്, പറയണ്ട, അങ്ങനെ കൊടുക്കും. അപ്പൊ ഓരോരുത്തരുടെ കാര്യം മുതലാളിക്ക് അറിയാം, എല്ലാം അറിയാം, ഒക്കെ എല്ലാം അറിയാം. അടുക്കളയിലെ കാര്യങ്ങളൊക്കെ വീട്ടുകാരനറിയെങ്കിൽ ഓരോ ദിവസം സാധനം ഒന്ന് നല്ല മനസ്സുണ്ടെങ്കിൽ, ഓൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഓനറിയാം അവിടെ ഇത് തീർന്നിട്ടുണ്ടാവും, അത് തീർന്നിട്ടുണ്ടാവും, ഇത് തീർന്നിട്ടുണ്ടാവും എന്ന് ഓനറിയാം. പിന്നെ ഓനെ കാണാത്ത മാതിരി നടക്കും. അതെന്തിനാണ്? ഇന്നത്തെ പഞ്ചസാരയും ഉള്ളിയും നാളെ ആക്കി കൊടുത്താൽ അത്രയും ലാഭം കിട്ടുമല്ലോ എന്ന നിലക്ക്. ഈ മരുമക്കത്തായ സമ്പ്രദായത്തിലൊക്കെ ഉണ്ട് എന്ത്, മാസം തികയുമ്പോൾ പെണ്ണുങ്ങളെ കയ്യിൽ, ഭാര്യ വീട്ടിലാണ് പാർക്കുക, മാസം തികയുമ്പോൾ ഓൻ്റെ പെണ്ണുങ്ങളെ കയ്യിൽ ഓൻ്റെ പൈസ കൊടുക്കും. എന്തിന്? ഓളെ ചെലവിനുള്ള പൈസ. പിന്നെ അമ്മായിമാൻ്റെ കയ്യിൽ കൊടുക്കലോ സാധനം വാങ്ങലോ ഒക്കെ അങ്ങനെ നടത്താം. മരുമക്കത്തായാൽ പൊതുവെ സമ്പ്രദായം. അപ്പോൾ ഒരാളൊരിക്കൽ എന്നോട് പറഞ്ഞു, ഞങ്ങൾ മരുമക്കത്തായക്കാർ എന്താ ചെയ്യാന്ന് വെച്ചെങ്കിൽ, മരുമക്കത്തായക്കാർ എന്ത് ചെയ്യുമെന്നാൽ അവനെന്ത് ചെയ്യും? മരുമക്കത്തായ സ്വഭാവം എന്തെന്നാൽ അവര് എന്ത് ചെയ്യുമെന്നാൽ പിന്നെ 1-ാം തീയതി കൊടുക്കേണ്ട പൈസ 3-ാം തീയതി കൊടുക്കും. അടുത്ത മാസം അവർ 3 ദിവസം അവിടെ ബോർഡ് കണക്കാക്കും ചെയ്യും. മാസം തികഞ്ഞാൽ തന്നെ ഒരു 3 ദിവസം നേരം വകുപ്പ് മൂപ്പരത്തിന് കിട്ടാൻ. അങ്ങനെ അടുത്ത മാസമായാൽ 3-ാം തീയതി മാസം തികയും, ഒരു മാസം കണക്കാവുമല്ലോ, അപ്പൊ 6-ാം തീയതി കൊടുക്കും. അടുത്ത മാസം 6-ാം തീയതി കൊടുക്കണ്ടാവും, 9-ാം തീയതി കൊടുക്കും. പിറ്റത്തെ മാസം 12-ാം തീയതി കൊടുക്കും. കൊല്ലം തികയുമ്പോൾ ഒരു മാസത്തെ ലാഭം കിട്ടും. മരുമക്കത്തായ സമ്പ്രദായത്തിലെ വിളവന്മാരായ പുതിയാപ്പന്മാരുടെ ഒരു ശൈലിയാണെന്ന് ഒരു തലശ്ശേരിക്കാരൻ ഒരിക്കലും എന്നോട് പറഞ്ഞു. ആ ഏരിയയിലൊക്കെ മരുമക്കത്തായത്തെ വിമർശിക്കല്ല കേട്ടോ. മരുമക്കത്തായം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിനെ നല്ല നിരക്ക് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലത് മരുമക്കത്തായ സമ്പ്രദായം. ആരും ഞാൻ വിമർശിക്കാന്ന് വിചാരിക്കരുത്. ഞാൻ മരുമക്കത്തായ പക്ഷക്കാരനാണ്. നല്ലതാണ്. ഞാൻ എൻ്റെ കുട്ടികളെ അവർക്കും കൂടി ഇഷ്ടമുണ്ടെങ്കിൽ മരുമക്കത്തായ സമ്പ്രദായത്തിൽ കല്യാണം കഴിക്കുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ പുതിയ ആഗ്രഹം. അതിൽ ഒരുപാട് ഗുണങ്ങൾ കിടക്കുന്നുണ്ട്. ഒന്ന്, പെൺകുട്ടികൾ സേഫായിരിക്കും. മരുമക്കത്തായ സമ്പ്രദായത്തിൽ പെണ്ണ് പാർക്കുക ഉമ്മാൻ്റെ അടുത്ത്. പിന്നെ ഉമ്മ ചീത്തറിഞ്ഞാലും പിന്നെ കണക്കുണ്ട്. അതിനകത്ത് ഉമ്മാനെ പുറത്ത് അമ്മായിമ്മമാരില്ല എന്നല്ല, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ പലപ്പോഴും ചില വീടുകളിൽ പെൺകുട്ടികൾ സുരക്ഷിതരല്ല. അതിൻ്റെ ഒരു പുതിയ പഠിപ്പാണ്. പണ്ട് നിനക്കത് അങ്ങനെ അറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പൻ്റെ അങ്ങനെയാണ്. അതിൻ്റെ കോഴിക്കോട്ടെ 2 കുട്ടികളോടും പെൺകുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ചിങ്ങളെ എൻ്റെ പരിസരത്ത് മാത്രമേ നിങ്ങളെ കെട്ടിക്കൊള്ളൂ, അതിനുള്ള പുതിയ അപ്പം മതി. അതിനെ ഞാൻ മറ്റിനെ തെറ്റാക്കി പറയല്ല. ഞാൻ കൂട്ടത്തിൽ മരുമക്കത്തായത്തെ ഞാൻ വിമർശിക്കുന്നു എന്നൊരാൾക്ക് തോന്നരുത് എന്ന് വിചാരിച്ച് പറയാണ്. മരുമക്കത്തായം നല്ലത്, വളരെ നല്ലത്. പെണ്ണുങ്ങൾ സേഫായിരിക്കും. ഇന്നത്തെ അല്ലാത്തടത്ത് പെണ്ണുങ്ങൾ സേഫല്ല എന്നല്ല, പക്ഷെ ഇന്ന് മനുഷ്യന് ഹൃദയം നഷ്ടപ്പെട്ടു. ഇന്ന് മനുഷ്യന് ഹൃദയമില്ല. അതാണ് ഇന്നത്തെ പ്രശ്നം. ഇനി ഹൃദയം ഉണ്ടാവില്ല. ഹൃദയമുള്ള ഒരു കാലത്ത് പിന്നെ അമ്മായിമ്മ മരുമോൾ ആക്ഷേപിക്കുന്നതിലൊന്നും തെറ്റില്ല. അമ്മായിമ്മക്ക് ഹൃദയം ഉണ്ടായാൽ മതി. ഇന്ന് ആക്ഷേപിക്കൂലെങ്കിലും അവർക്ക് എന്തില്ല? ഹൃദയമില്ല. അമ്മൂശാക്ക ആക്ഷേപിക്കുന്ന ഒരു തെറ്റുമില്ല. എൻ്റെ വാപ്പ എൻ്റെ ഭാര്യനെ ആക്ഷേപിച്ച് കണക്കുണ്ടാവില്ല. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ്. അതായത് ഭാര്യ വിരുന്ന് പോയാൽ എൻ്റെ ഭാര്യ വിരുന്ന് പോയാൽ തിരിച്ചു വരുന്നത് വരെ വാപ്പാക്കൊരു വല്ലാത്തടങ്ങ. എന്തുകൊണ്ട്? അങ്ങനെയാണ് ആ മരുമോളും ബാപ്പയും ഉമ്മയും കുടുംബത്തിലൊക്കെയുള്ള ബന്ധം. ചിലതിനെ കടക്കറ്റ് വർത്താനം പറയും. അത് നല്ലതുമാണ്. എന്തുകൊണ്ട്? അതിലൂടെ ഈ പെൺകുട്ടി പഠിക്കും. ഇനി രണ്ടാമത്തെ ദോഷമുണ്ട്, ഉമ്മാൻ്റെ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടി പഠിക്കൂല, ജീവിതം പഠിക്കൂല. അമ്മായിമാൻ്റെ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടി പഠിക്കും. അനുഭവങ്ങളും പ്രയാസങ്ങളുമാണ്. മലപ്പുറം ജില്ലയിലെ ഒരു പള്ളിൻ്റെ എന്നെ പറ്റി പഴയ കാലത്ത് പറഞ്ഞിരുന്നു, മയലിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല. അവിടെ ഒരു റക്കായത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ എവിടെ നിസ്കരിക്കാം. അതിൻ്റെ കാര്യം എന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അവിടെ പഴയ കാലത്ത് സുജൂദ് കിടക്കുന്ന ആളെ ഇരുട്ടത്ത് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കാല് വലിച്ചിരുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ട്. അങ്ങനെ ഏതോ യാത്രക്കാരൻ ആ പള്ളിക്ക് 2 റക്കായത്ത്
സ്കെച്ച് തീർത്ത് പിന്നെ കഴിഞ്ഞു നോക്കുമ്പോ ആളെ കാണാനുമില്ല. അപ്പൊ അയാൾ പറഞ്ഞു, എന്ത് വായിന്റെ ഇവിടെ ഉണ്ട് പേര്, പിന്നെ പറഞ്ഞ അത് ആ നാട്ടിലേക്ക് ഒരു മോശമായതുകൊണ്ട് പറയാണ്. അവിടെ ഒരു സുബയെങ്കിലും സ്കെച്ച് തീർക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ എവിടെ പോയാലും നിസ്കരിക്കാം. അപ്പൊ നല്ല അങ്ങനത്തെ ഒരു അമ്മായിമാന്റെ അടുത്ത് ഒരു കുട്ടി പഠിച്ചു കിട്ടുകയാണെങ്കിൽ ആ കുട്ടീനെ എവിടെയും പറ്റും. ഇന്നത്തെ പുതിയ ചെറുപ്പക്കാരെ ഒന്നിനും പറ്റും. എന്തുകൊണ്ട്? ഇന്നത്തെ പുതിയ തലമുറ എൻ്റെ മക്കളെ അടക്കം ആരൊക്കെ പറ്റും. എന്താ കാരണം? കാരണം പറയും, ഞങ്ങൾ ഉസ്താദാണ്, എൻ്റെ കുട്ടികളടക്കം ഒന്നിനും പറ്റും. എന്താ കാരണം? ആക്ഷേപങ്ങൾ, ചീത്ത പറയലുകൾ, അടി കുട്ടികൾക്ക് കിട്ടുന്നില്ല. കുട്ടികൾ അടിക്കണമെന്നില്ല, ചിലപ്പോൾ ആക്ഷേപിക്കണം, രണ്ട് വർത്താനം പറയണം. അതിന്ന് കുട്ടികളോട് പറയാൻ പറ്റില്ല. പറഞ്ഞ ഒരു നാടോട്ടോ അല്ലെങ്കിൽ തൂങ്ങിയിരിക്കും. നമുക്ക് എന്ത് നടക്കും? എനിക്ക് ഈ ലോകത്തിൽ നടക്കാത്തൊരു കാര്യമില്ല. ഈ ലോകം മുഴുവൻ എന്നെ ചീത്ത പറയുകയാണെങ്കിലും ഞാൻ തിരിച്ച് നടക്കണമെങ്കിൽ കണ്ടില്ലേ? എന്താ കാരണം? അതിൻ്റെ വാപ്പാൻ വേണ്ടിനും വേണ്ടാത്തിനും ചീത്ത പറയും. എന്നിട്ട് വാപ്പ ഒറ്റയ്ക്ക് കരിയും, ഒറ്റക്ക് പൊട്ടി പൊട്ടി കരിയും. ഞാൻ 2 മാസമൊക്കെ എവിടേക്കും പോവുകയാണെങ്കിൽ വാപ്പ കരിയും, യാത്രയാക്കുമ്പോൾ കരിയും. എന്നാൽ ഈ മനുഷ്യനെ പറ്റി നമ്മൾ കാണുകയാണെങ്കിൽ എൻ്റെ ജീവിതമാണ്. ആ മനുഷ്യനെ പോലത്തെ ഒരു എന്നെ ദ്രോഹിച്ചൊരു മനുഷ്യൻ ഉണ്ടാവില്ല. അങ്ങനെയാണ് എന്തൊരു കാര്യം. വാപ്പ വിചാരിച്ച മതിയാവില്ല, അതാക്കാൻ നമുക്ക് കഴിയില്ല. എന്താണ് വാപ്പ വിചാരിച്ചത് നമുക്ക് മനസ്സിലാവില്ല. അതിങ്ങോട്ട് ആയി വരുമ്പോ കഷ്ടപ്പാടാ. പക്ഷെ അതുകൊണ്ട് എന്തായി? ഈ ലോകം മുഴുവൻ ആക്ഷേപിച്ചാൽ എനിക്കൊന്നും വരില്ല. ഞാൻ ചിരിച്ചിറക്കും, ഒരു പ്രശ്നം എനിക്കില്ല. നാട്ടാകെ എന്നെ കുറ്റം പറയുന്ന സമയങ്ങൾ ഉണ്ടാകാറുണ്ട് ഇടക്കിടക്ക്. ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ നോക്കില്ല. എന്തുകൊണ്ട്? അതിൻ്റെ വാപ്പിനെ കാരണം പുതിയ കുട്ടികളെ പറ്റൂല. എന്തുകൊണ്ട്? അവർക്ക് നമ്മൾ പിറ്റേന്ന് അന്ന് ആ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് പ്രസംഗിക്കും. നമ്മളെ തോൽപ്പിക്കാൻ ഈ ഭൂലോകം തല കഴിയില്ല റബ്ബിന്റെ സഹായത്താൽ. എന്താ കാരണം? കാരണം ബാപ്പയാണ്. അതേ മനുഷ്യൻ ഞാൻ 2 മാസം സ്ഥലത്തേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് യാത്ര നമ്മൾ ദ്വാരക്കുമ്പോൾ ബാപ്പ കരി പൊട്ടി പൊട്ടി പൊട്ടിക്കരി. അപ്പോഴേ നമുക്ക് ബാപ്പാനെ മനസ്സിലാവും. എന്തുകൊണ്ട്? സ്നേഹമാണ്. പിന്നെ എന്തിനാശയം നന്നാകണം. അതുകൊണ്ടൊരു പ്രശ്നമില്ല. എൻ്റെ വാപ്പ മരിച്ചുപോയി, ഞങ്ങളോട് നിങ്ങൾ ശിഷ്യന്മാരെ ഞാൻ പഠിപ്പിക്കാം ഞങ്ങളെ. എൻ്റെ വാപ്പ മരിച്ചുപോയി, എൻ്റെ ഒന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ട്? വാപ്പാക്കൊത്തൊരു മകനെ വാപ്പ സംവിധാനിച്ച പോയത്. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല, ഒന്നുമില്ല. ഇന്ന് അങ്ങനെയല്ല. നമ്മളെ കുട്ടികൾ അന്തം വിടും, ഒന്നും ഏറ്റെടുക്കാൻ അവർക്ക് കഴിയില്ല. നമ്മൾ ഇന്ന് ഏറ്റെടുക്കുന്നതിൻ്റെ പകുതി കാര്യം ഏറ്റെടുക്കാൻ കഴിയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഗൾഫ് കൊണ്ടുവന്നത്. ഈ ഭൂലോകത്തൊരു കാര്യത്തെ ചവിട്ടണമെങ്കിൽ ഗൾഫിൽ ജീവിതത്തെ ചവിട്ടണം. അത്ര മനുഷ്യനെ നശിപ്പിച്ച ഒരു സാധനം. കാരണം 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞ് വരുന്ന വാപ്പ കുട്ടികളെയും പെണ്ണുങ്ങളെയും സുഖിപ്പിക്കാൻ ചെയ്തത്. അല്ലാതെ പറ്റൂല. വേണമെങ്കിൽ അപ്പോൾ അവർക്ക് തോന്നുകയും ചെയ്യുന്നത് 2 കൊല്ലം കൂടുമ്പോഴാ വരിക, അപ്പോഴും മനുഷ്യനെ സുഖിരല്ല. അങ്ങനെ അതൊരു രീതിയാണ്. അപ്പൊ ഈ ഗൾഫ് അത് കണ്ടിട്ടാണ് മറ്റേ കുട്ടികൾ പഠിക്കുന്നത്. ഒരു പൊതു സ്വഭാവമായി മാറി. കുട്ടികൾ ആക്ഷേപമില്ല. ആദം നബിയുടെ കാലം മുതൽ ഇവിടെ മനുഷ്യൻ പാർത്തിട്ടുണ്ട്. ഇവിടെ ഭൂമി ചവിട്ടിപ്പോയിട്ടുണ്ട്. ആര്? സയ്യിദുനാ ആദം. നിങ്ങൾ ഞാൻ സുന്നികളാണല്ലോ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. നിങ്ങളെ ഞാൻ എൻ്റെയൊക്കെ വിശ്വാസം എന്താ? പാറപ്പള്ളിയിൽ ആര് വന്നിട്ടുണ്ട്? അങ്ങനെ വിശ്വസിക്കാണോ? ഞാൻ ആ കാണുന്നത് ആദം നബിയുടെ ചവിട്ടടിയായിരിക്കാം എന്നാണ് ഭൂരിപക്ഷം. അത്രയും നമുക്ക് താരീഖിൽ കിട്ടുള്ളൂ. അപ്പൊ ആദം നബി കടന്നുപോയ നാടല്ലേ ഇത്? അന്ന് മുതൽ ഈ 1970 വരെയും ഇവിടെ തിന്നാണ്ടല്ലോ. പിന്നെ 70 വന്നപ്പോൾ മാത്രം എങ്ങനെ തിന്നല്ലേ? അത് മേലെണ്ണം കൊതി അനാവശ്യം. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നാൽ സൗകര്യങ്ങൾ മനുഷ്യൻ നാശം. ഇപ്പൊ നിങ്ങൾ ഇവിടെ തറയിൽ നിന്നാണല്ലോ ക്ലാസ് വെക്കുന്നത് അല്ലേ? അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഒരു കസേരട്ടൊന്നും സങ്കല്പിക്കും. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് കസേര പിൻവലിച്ചൊന്നും സങ്കല്പിക്കും. 2 ആഴ്ച ഒന്നും വേണ്ട, 1 ആഴ്ച കഴിഞ്ഞപ്പോൾ കസേര പിൻവലിച്ചു. 1 ദിവസം കഴിഞ്ഞപ്പോൾ കസേര പിൻവലിച്ചു. പിന്നെ നിങ്ങൾ എന്താ പറയാ? കസേര നല്ല ഇരുത്തി. ആദ്യം നിങ്ങൾ കസേര ഉണ്ടെങ്കിൽ നല്ല ഇരുത്തിയിരുന്നു എന്ന് പറയും. പിന്നെ നിങ്ങൾ എന്ത് പറയും? 2-3 ക്ലാസ് ഞാൻ പറയും, വെയ്യ ഉസ്താദേ, ഊരക്കൊന്നും പോയ മാതിരി വെയ്യ. നിങ്ങൾ ഇവിടെ 5-6 കൊല്ലം ഈ തറയിൽ നിന്ന് ക്ലാസ് കേട്ടോരാ. സൗകര്യം കിട്ടിയ പിന്നെ ഒന്നാവില്ല. ഇന്ന് നമ്മൾ ഗൾഫുകാര് പൊളിച്ചെന്നാക്കാൻ വേണ്ടി
25-35 കൊല്ലം കഴിഞ്ഞിട്ട് പൊളിക്കാൻ ഉദ്ദേശിക്കുന്ന പള്ളി ഉണ്ടല്ലോ, ആ പള്ളിയുടെ 10% പോലും ഭംഗിയില്ലാത്തതായിരുന്നു പണ്ടത്തെ പള്ളിയാണ്. എന്നിട്ട് ആർക്കും ഒരു വിഷമം ഉണ്ടായില്ല. ഇന്ന് നമ്മൾ നന്നാക്കാൻ വേണ്ടി പൊളിക്കണ പള്ളി, ആ പൊളിക്കുന്ന പള്ളിയുടെ 10% പോലും ഭംഗി ഉണ്ടായിരുന്നില്ല പഴയകാലത്തെ പള്ളിക്ക്. എന്നിട്ട് അവർക്ക് നിസ്കരിക്കാൻ ഒരു പ്രയാസമില്ല. ഇപ്പൊ എന്താ പറയാ, ചൊറുക്കില്ലാത്ത പള്ളിക്ക് മനുഷ്യന്മാർ കയറില്ല. എന്താ പറയാ, അതിന് മുന്നിൽ ഇപ്പൊ ഒരു പൂന്തോപ്പ്, എല്ലാ പള്ളിന്റെ മുന്നിലും പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കണം. ആളുകൾ കണ്ടാലത് കയറണം. ഇല്ലാത്ത പള്ളിക്കാരെന്താ പറയാ, ഒരു പൂന്തോട്ടം 4 ചെടിയെന്ന് തുടങ്ങി മനുഷ്യൻ കയറൂല. പള്ളികളുടെ കാര്യം പറഞ്ഞ് മനുഷ്യർ മേനിക്കൊഴുപ്പ് നടിക്കുന്നത് വരെ ലോകാവസാനം സംഭവിക്കും. ഞങ്ങളെ പള്ളിക്ക് അങ്ങനുണ്ട്, അവിടെ എങ്ങനുണ്ട് മനസ്സിലായില്ല. പഴയ കാലത്തെ ഔലില്ല, ഔലേ ഉള്ളൂ, എന്തില്ല, ടാപ്പില്ല. പിന്നെ എന്ത് വന്നു, ടാപ്പ് വരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചെങ്കിൽ ടാപ്പിന്റെ അവിടേക്ക് എന്ത് ചെയ്യണം, കാല് പൊന്തിച്ചു കൊടുക്കും. ഇപ്പോ 4-5 കൊല്ലായിട്ട് അതും കഴിഞ്ഞു. എന്താ, കയ്യും മുഖവും കണ്ണും മൂക്കും ചെവി തടയലും അടക്കം ഒരു ടാപ്പിലാണ്, കാല് കഴിയണത് വേറെ ടാപ്പിലാണ്. കാരണം കാലിനെ പൊന്തിക്കാൻ കാലം വരും. എന്തെങ്കിലും ഒരു കാരണവശാല് പിന്നെ ടാപ്പ് ഇല്ലാതെ ആണെങ്കിൽ, അവിടെ കാലിന് ടാപ്പ് ഇല്ലെങ്കിൽ ആ കമ്മിറ്റിക്ക് ആക്ഷേപിച്ചിട്ടാണ് നമ്മൾ യാത്രയിൽ കാലുമൊക്കെ ടാപ്പ് ഇല്ലാത്ത ഉള്ളിന്റെ അവിടെ നിന്നാണ് ഉള്ളിടത്താണ് നമ്മൾ കയറി പോകണമെങ്കിൽ അപ്പോൾ ആ കമ്മിറ്റിന് നാട്ടുകാർ ആക്ഷേപിച്ചോണ്ടാ പോവുക. നാട്ടുകാർ ഇന്നത്തെ കാലത്തുണ്ടോ അങ്ങനെയൊക്കെ മനസ്സിലാവും. ടാപ്പാണ് കാലിൻ്റെ അടുത്ത് വെച്ചാൽ പോകും. ഇന്നിങ്ങനെ ആക്കാനാവൂല, ഇനി തിരിച്ചു മടങ്ങൂല. മനുഷ്യനെ നശിപ്പിച്ച സൗകര്യങ്ങൾ മലബാറിൽ കൊണ്ടുവന്നത് ഗൾഫ് പോലെ ഒരു തിന്മ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ മനുഷ്യൻ മരിച്ചിട്ടില്ല. മലയാളക്കരയിലെ ഏറ്റവും വലിയ തിന്മ ഗൾഫാണ്. സംഘടനകൾ പലതായി, പള്ളികൾ പലതായി. പണ്ട് അഭിപ്രായപ്പെടുന്നത് പള്ളി ഉണ്ടാക്കൂല, കാരണം പള്ളി ഉണ്ടാക്കാൻ മനുഷ്യന്റെ കയ്യിൽ പൈസ. ഇന്നും ഒരു വർത്താനം ഏറെ പറഞ്ഞ മകനെ വിളിച്ചറിഞ്ഞു വാപ്പ, പിന്നെ നമ്മളെ പ്രസിഡന്റിന് ഒരു മുമ്പ് ഏറിയിരിക്കണം, എവിടെ ആരും ചോദിച്ചോക്കെ നമുക്കൊരു പള്ളി ഉണ്ടാക്കാൻ. അപ്പൊ വാപ്പ 2-ാം ദിവസം മകന് വാപ്പ പറഞ്ഞല്ലേ അവിടെ കൂടി വിളിച്ചതാ, എൻ്റെ കഫീൽ, എൻ്റെ ചങ്ങായിൻ്റെ ഒരു കഫീലുണ്ട്, മൂപ്പര് പള്ളി ആറ്റി കൊടുക്കണം. മൂപ്പര് എത്ര പൈസ വേണ്ട, 25-50 ലക്ഷം ഇതാ മേശൻ്റെ അടിയിൽ കൂടി വിടുന്നു. അപ്പത്തിന് പിറ്റേന്ന് വാക്കാണം കൂടി പള്ളി ആരാണിട അങ്ങനെ ഇങ്ങനെ ഒരു കത്ത് നടത്തി ഒരു നാട്ടിലൊരു ഫോം. അപ്പൊ അതിലൊരു ഫോമിലുണ്ട് എന്ത്, നിങ്ങളുടെ കുടുംബം ഈ മാലിൽ എത്തിയിട്ട് എത്രയാണ്. അപ്പൊ പഴയ കാലത്തെ ഒരു പള്ളി പ്രസിഡന്റിന്റെ അവിടേക്ക് എന്നെ കത്തെത്തി. ഫോം കൊടുത്തയച്ചപ്പോ ആ പെരക്കാരല്ലേ എഴുതി കൊടുത്തയച്ചു, ഇപ്പത്തെ പ്രസിഡന്റിന്റെ വല്യാപ്പ ഈ മാലിൽ വരുന്നതിന്റെ 50 കൊല്ലം മുമ്പ് എഴുതിയതാ. അതാണ് എഴുതിയത്. നിങ്ങൾ ഈ മാലിൽ സ്ഥിരതാമസമാക്കിയിട്ട് എത്ര വർഷമായി, അവിടെ എത്തിയപ്പോ പഴയ മാലിന്റെ കുടുംബം എഴുതി കൊടുത്തത്, ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ വല്യാപ്പ ഈ മാലിൽ എത്തുന്നതിന്റെ 50 കൊല്ലം മുമ്പ് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മനുഷ്യന്മാരുടെ തല്ലും കൂടി ഉണ്ടാക്കുമല്ലോ. അപ്പൊ പള്ളി അയച്ചാൽ പ്രശ്നമൊന്നുമില്ലല്ലോ. പണ്ട് അങ്ങനെയല്ല, പണ്ട് പ്രശ്നം ഉണ്ട്, ഏത് കാലത്തുണ്ട്. അപ്പൊ നമ്മൾ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടുന്ന് എണീറ്റ് വന്നാണ് ആ പ്രശ്നമില്ലെങ്കിൽ ഇല്ലാത്ത. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ പുറത്തിരിക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവും. അതാണ് ക്ലാസ് 1.5 മണിക്കൂർ, അത് കഴിഞ്ഞാൽ പോണം, പ്രശ്നം ഉണ്ടാവും. മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാ, പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നും രാവിലെ 1.5 മണിക്കൂർ കാണുന്ന ഉസ്താദിനെ നിങ്ങൾക്ക് സന്തോഷമേ തോന്നുള്ളൂ. അങ്ങോട്ട് അയാള് എനിക്കൊരു ഡ്രൈവർ പണി കിട്ടിയാൽ മതിയായിരുന്നു, ശമ്പളം കിട്ടണ്ട, എനിക്ക് ഇന്നാലിന്ന നേതാവിൻ്റെ ഒപ്പം ഒരു ഡ്രൈവർ പണി കിട്ടിയാൽ മതിയായിരുന്നു, ശമ്പളം ഇല്ലെങ്കിലും പാടില്ല എന്ന് പറഞ്ഞ ആൾക്ക് ഡ്രൈവർ പണി കിട്ടി. പിന്നെ പിറ്റത്തെ കൊല്ലം കണ്ട് ഓൻ വേറൊരു വണ്ടി, എന്താന്ന് ചോദിച്ചു, അത് ശരിയാവില്ല, സൈക്കൂലോ എന്ത് അങ്ങനെയാണടാ. നല്ലവരൊക്കെ കാണാനേ പറ്റുള്ളൂ, കൂടാൻ പറ്റും. നല്ലവരെപ്പോഴും കണ്ടുവരും, കൂടെ കായപത്തങ്ങ പാർക്കരുത്. കായപത്തമ്മ പാർത്താൽ നിങ്ങൾക്ക് ബഹുമാനം ഉണ്ടാവും. കായപീന്ന് പോയി വരും, ഉംറ കഴിഞ്ഞ ബസ് കയറി പോരും, അവിടെ തന്നെ പാർത്താൽ
ഈ കൊല്ലത്തെ ഹജ്ജ് കഴിഞ്ഞാൽ ഹജ്ജിന് വരുമ്പോൾ എനിക്ക് വല്ലാത്ത ആഗ്രഹങ്ങളും പൊട്ടിക്കരഞ്ഞ് വേദനയോടുകൂടെ കഴിഞ്ഞ് ഹജ്ജ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു കൊല്ലം കൂടെ നിൽക്കാം, അടുത്ത ഹജ്ജ് കഴിഞ്ഞ് പോകാം. അടുത്ത ഹജ്ജ് ചെയ്യാതെക്കാനില്ല, കാരണം ഹജ്ജിന് ഒരു ബഹുമാനം. ഇതൊക്കെ മനുഷ്യശാസ്ത്രം. മനസ്സിലായില്ലേ? എന്ത് പറയാനത് വന്നത് എനിക്കറിയില്ല. ഒരു കാര്യം പറഞ്ഞു വന്നതാ. ഇതൊക്കെ മനുഷ്യന്റെ ശാസ്ത്രങ്ങളാണ്. ഗൾഫ് പറഞ്ഞപ്പോൾ അത് പറഞ്ഞത് എൻ്റെ ഓർമ്മ. സൗകര്യങ്ങൾ മനുഷ്യനാശാക്കും. സൗകര്യങ്ങൾ മനുഷ്യൻ നശിപ്പിക്കും. അള്ളാഹു സൗകര്യങ്ങൾ പാടില്ല, മനുഷ്യൻ നശിപ്പിക്കും. അള്ളാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നത് എനിക്ക് പേടിയില്ല. ദുനിയാവിലെ സൗകര്യങ്ങൾ തുറന്നു കിട്ടുന്നതിന് മാത്രമാണ് ഞാൻ പേടിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ. ദുനിയാവിൽ എന്ത് നന്മയും ദാരിദ്ര്യത്തിനുണ്ട്. ലോകത്തെ നന്മകൾ മുഴുവൻ ദാരിദ്ര്യത്തിനേ ഉണ്ടാവും. ഉറപ്പ്. ജീനിയസുകൾ ഉണ്ടായി. മുതലാളി ആ ജീനിയസിന്റെ പേര് പറയും. ഉടുത്തുണിക്ക് മർദ്ദനില്ലാത്തൊരു മാത്രമേ ജീനിയസ് ആകൂ. അവരെ വളരും. മറ്റത് നടക്കൂല. മറ്റേത് പുല്ലിലെ വെള്ളരിക്കാൻ അറിയും. എൻ്റെ വാപ്പ പുല്ലിലെ വെള്ളരിക്കൊക്കെ വേദന ഒന്നുമില്ല. കാരണം കല്ലിന്റെ മേലെ പുല്ലുണ്ടായി. പുല്ലിക്കാണ് ആര് വീണത്? വെള്ളരിക്ക വീണത്. മനസ്സിലായില്ല? സുഖത്തിൽ ജീവിക്കുക, സുഖത്തിൽ ജനിച്ച് സുഖത്തിൽ ജീവിക്കുക. മനുഷ്യർ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അത് പറയാൻ കാരണം പുതിയ കുട്ടികൾക്ക് പ്രശ്നങ്ങളെ നേരിടാൻ കഴിയില്ല. അതിന് കാരണം കഴിയേയില്ല. ദൈവം അവരെ കഷ്ടപ്പെടുത്തും. 2 പെരുന്നാളുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. ഒരു പെരുന്നാളിനാണ് നെയ്ച്ചോറ്, ഒരു പെരുന്നാളിന് തേങ്ങാച്ചോറ്. എന്തുകൊണ്ട്? 2 പെരുന്നാളിനും കൂടി നെയ്ച്ചോറ് വെക്കാനുള്ള വെളിച്ചെണ്ണല്ല, നെയ്യില്ല. നെയ്യും ചോറും തമ്മിൽ ചരിത്രാതീത കാലം മുതലേ ഒരു ബന്ധമല്ല. നെയ്യും ചോറും തമ്മിൽ ബന്ധം തുടങ്ങിയിട്ട് 10, 15, 20 കൊല്ലമായിട്ടു. പഴയ കാലത്ത് നെയ്ച്ചോറ് എന്ന പേരിൽ വെളിച്ചെണ്ണ ചോറ് പറയാം. അങ്ങനെ തന്നെയല്ലേ? RKG പാര അങ്ങനത്തെ പരിപാടി RKG ഇല്ല, EKG ഇല്ല, 1 kg ഇല്ല. അതിന് 2 വട്ടം പാരാനില്ല. അപ്പൊ എന്തേ ഉള്ളൂ? 2 പെരുന്നാൾക്കും എന്ത് നെയ്ച്ചോറില്ല. ഒരു പെരുന്നാൾക്ക് നെയ്ച്ചോറാണെങ്കിൽ ഒരു പെരുന്നാൾക്ക് തേങ്ങാച്ചോറ്. ഇന്നലെ മന്തി, ഇന്ന് മന്തി, നാളെ മന്തി, മറ്റന്നാ മന്തി. അപ്പൊ കുട്ടികൾക്ക് എന്തില്ല? ഇത് ബാപ്പ കഷ്ടപ്പെട്ടാണ് കൊണ്ടുവരുന്നത് എന്നുള്ള വിവരമില്ല. എനിക്ക് ബോധമുണ്ട്. ഞാൻ എൻ്റെ ബാപ്പാക്ക് വേണ്ടി ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ എന്ന് പറഞ്ഞ ഫാത്തിഹ ഓതുകയാണെങ്കിൽ നിങ്ങൾ കേട്ടോളി. ആ ഫാത്തിഹയുടെ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോഴത്തേന് ബാപ്പാൻ ഓർമ്മ വരും. വൈലാബിഹി ഉമ്മിഹി എന്ന് പറഞ്ഞാൽ ഫാത്തിഹ എന്നറിയുള്ളൂ. എന്തുകൊണ്ട്? എൻ്റെ ബാപ്പ കഷ്ടപ്പെട്ട് ഇരിക്കാറിയാം. സ്കൂൾക്ക് പോകുമ്പോൾ 2 റുപ്യ ഫീസ് അടക്കണം എന്ന് പറഞ്ഞാൽ പാപ്പാന്റെ കയ്യിലില്ല. പിന്നെ അത് തരണമെങ്കിൽ ആഴ്ച 2 ആഴ്ച അവിടുന്ന് പുറത്താക്കുമെന്ന് പറയണം. എന്നിട്ട് കടം വാങ്ങി തരണം. അപ്പൊ അത് വേദന നമുക്കറിയും. പാപ്പ കഷ്ടപ്പെട്ടത് തന്ന് ഇന്നിപ്പോ പറയുമ്പോഴത്തേന് പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കാണ്. ആ കുട്ടിക്ക് പാപ്പാന്റെ കഷ്ടപ്പാട് അറിയില്ല. അതാണ് ഞാൻ എന്നാവില്ല. അവിടുന്ന് ഒരു ബുക്ക് വാങ്ങിക്കോളി, ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഈ ലോകം ഞാൻ എന്നാവില്ല. കാരണം സൗകര്യങ്ങളാണ്. ഒരു കഴിവുണ്ടാവില്ല കുട്ടികൾക്കൊന്നും. ജോലി എടുക്കും, പൈസ വാങ്ങി വരും, കഴിവുണ്ടാവില്ല. ഒരു ഷംസുൽ മൈനി മലയാളക്കരിൽ ജനിക്കൂല, ഒന്നും ജനിക്കൂല. ഒരു തിരുപ്പഞ്ചി മുഹമ്മദ് മുസ്ലിം ഉണ്ടാവില്ല. ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ആകാശത്ത് നിന്ന് കല്ലിമഴ പെയ്തിട്ട് ഈ സൗകര്യങ്ങളെല്ലാം നഷ്ടം. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോ പറഞ്ഞേ ഉള്ളേ.